ഇനിയിപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ കാണേണ്ടി വരും അല്ലേ? നോക്കാം, പറ്റുമെങ്കിൽ എത്തും. നിങ്ങളോട് പറയല്ലേ പറയണ്ട ആദ്യം. ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്ത് രഹസ്യം ഉണ്ടെങ്കിലും ആദ്യം നിങ്ങളോടേ പറയുള്ളൂ. അല്ല, ഗവർണറെ കാണുന്നതിന് മുമ്പ് പറയാൻ പാടില്ല, അതിനുള്ള അധികാരം നമുക്കില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് ഓടി വന്ന് നിങ്ങളോടാ പറഞ്ഞത്. എന്ത് പാടുപെട്ടാ ഓടി എത്തിയത് അവിടെ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. ഞങ്ങൾ ആ വകുപ്പ് രൂപീകരിച്ചതിന് ശേഷം ഇത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കിയ രാജ്യം ജപ്പാനാണ്. ഏറ്റവും ഭംഗിയായി വയോജനങ്ങളുടെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ച വിപ്ലവകരമായ ഒരു നടപടിയാണ് ജപ്പാനിലെ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചത്. നമുക്കിപ്പോൾ എല്ലാം ചെയ്യാനുള്ള പരിമിതികൾ നമുക്കുണ്ട്, എങ്കിലും ആ മോഡൽ കൂടി പരിശോധിക്കും. അതിനുള്ള ഒരു നല്ല സ്റ്റഡി അടുത്ത 1-2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി കേരളത്തിലെ വയോജനങ്ങളെ, ഞാൻ കരുതുന്നത് ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരളവുകോൽ ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. ഇപ്പം നമുക്ക് കേരളം സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്, പരിഷ്കൃത സമൂഹമാണെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെങ്കിൽ പ്രായമായവരുടെ അല്ലേ, അവരോട് ഏറ്റവും മാന്യമായി, അവരെ കരുതലോടുകൂടി, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും പദ്ധതികളും കേരളത്തിലുണ്ടാകണം ധാരാളമായി. ഒരു വകുപ്പ് രൂപീകരിച്ച് അവിടെ കുറേ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും വയ്ക്കുന്ന അല്ല അതിൻ്റെ ഉദ്ദേശം. വലിയ ലക്ഷ്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഈ വയോജന വകുപ്പ് രൂപീകരിച്ചതിൻ്റെ പുറകിലുണ്ട്. അത് പുറകെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കും. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ള. നമുക്ക് കേരളത്തിന് വലിയ താമസമില്ലാതെ ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, ഞങ്ങളാണ് സിവിലൈസ് സൊസൈറ്റി, ഞങ്ങളുടെ പ്രായമായവരെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറയണം. അതാണ്. അപ്പോൾ ആ 2